ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവിനെ കുറിച്ചാണ്. അതിൻ്റെ ചെറിയൊരു വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വന്ന ഒരു കമൻറ്റിൻ്റെ മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം കമൻറ്റ് വന്നേക്കെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാണിക്കുന്ന പ്ലാവിൽ നിന്നല്ല നിങ്ങൾ വിളവെടുക്കുന്നത്, ഇത് ഒരു തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. കമൻറ്റ് ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പം നമ്മൾ ഈ പ്ലാവ് നട്ട കാര്യമൊക്കെ നിങ്ങൾക്ക് ഏകദേശം കുറേ പേർക്കറിയാം. കാരണം ഞാൻ ഇട്ടൊരു റീൽസിൻ്റെ അടുത്താണ് വന്ന കമൻ്റ് ഇട്ടേക്കുന്നത്. അതൊരു 27 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടൊരു റീൽസാണ്. അപ്പം അത് കണ്ടപ്പം എനിക്ക് തോന്നി എന്തായാലും പുള്ളിക്കാരൻ്റെ ഡൗട്ട് ഒന്ന് തീർത്ത് കൊടുക്കാം. ഇങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും അങ്ങ് തീർത്തേക്കാമെന്ന് കരുതി. കാര്യവും ഒരു നിസ്സാരപ്പെട്ട ഒരു വിയറ്റ്നാം എയർലി പ്ലാവാണ്. അപ്പം അതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ചക്ക അടർത്തിക്കൊണ്ടിരിക്കുന്നത്. 2023 അച്ഛൻ റിട്ടയർഡായി വന്ന് മെയ് 31 റിട്ടയർഡായി. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിനാണ് ഞങ്ങൾ ഈ പ്ലാവ് നടുന്നത്. അപ്പം കുറേ പേർക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. നട്ടെന്ന് മുതലുള്ളതായ കാര്യങ്ങൾ ഇപ്പോഴും ഓരോരുത്തർ ചോദിക്കുന്നവരുണ്ട്. വിയറ്റ്നാം എയർലി പ്ലാവ് ചക്കയൊക്കെ പിടിക്കുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്, ഓരോ വിശേഷങ്ങൾ പലയിടത്തും കാണുമ്പോഴും ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇപ്പോഴും അത് കായ്ച്ചിങ്ങനെ നിൽക്കുകയാണ്. 10-11 ചക്ക ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. വെയിലിൻ്റെ ആധിക്യം കൊണ്ട് ചെറിയ ചക്കകളെല്ലാം അങ്ങ് വീണുപോയി. ഇപ്പം 2 മാത്രമേ അതിനകത്ത് നിൽപ്പുള്ളൂ. ഒന്ന് മേളിൽ നിൽപ്പുണ്ട്, ഒന്നിങ്ങനെ തറയെ തട്ടി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അടത്താൻ പരുവായിട്ട് നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ വേവിക്കാനായിട്ട് അടത്തുന്നില്ല, നമ്മളത് പഴുപ്പിക്കാനായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. കണ്ടോ, താഴെ തന്നെ ഇങ്ങനെ നിൽക്കുക. താഴെ തന്നെ 2-3 ഒരു കുലയിലുണ്ടായിരുന്നു, കണ്ടില്ലേ? നന്നായിട്ട് വിളഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം കൊച്ചുങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്യാമെന്നും പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. അപ്പം നട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു 6 മാസം 3 മാസമൊക്കെ കൂടുമ്പോൾ നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാറുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ സന്തോഷം കൊണ്ട്, നമ്മളൊരു കുഞ്ഞു തൈ കൊണ്ട് നട്ടു, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചക്കയൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ടായിരുന്നു. നട്ട് 4-ാം മാസം തന്നെ നമ്മൾ അതിൽ നിന്ന് ചക്ക അടത്തിയത്. കാരണം കൊണ്ടുവന്ന് നട്ട് ആ ഒരാഴ്ചയിൽ തന്നെ അതിനകത്തൊരു കള്ളക്കള പോലെ ഒരു കൊച്ചു ചക്ക വീണു. പക്ഷെ നമ്മളതിനെ നുള്ളിക്കളഞ്ഞതൊന്നും ഇല്ലായിരുന്നു. അത് വളർന്നു ഒരു 1.5 കിലോ ഒക്കെ കാണുമായിരിക്കും. ഒരു കൊച്ചു ചക്ക നമുക്ക് കിട്ടി. അത് അടത്തുന്നതും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10-15 ചുള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊന്ന് എഴുന്നേറ്റ് ഇതിനെ ഒന്ന് കാണാം. നമ്മൾ വാങ്ങിച്ചപ്പോഴേ ഇതിൻ്റെ കമ്പന് ഇത്ര കനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഒരു തള്ളവിരലിൻ്റെ കനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ വളർന്ന് മുട്ടം പെണ്ണായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തടിയൊക്കെ കണ്ടില്ലേ? ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. എന്നിട്ടും ഇപ്പം 4-ാമത്തെ പ്രാവശ്യമാണ് ഇതിനകത്ത് ചക്ക പിടിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ഈ പ്ലാവ് നട്ടിട്ട് ഇപ്പം 3 വർഷത്തോളം ആവുന്നു. ജൂൺ 5 ആകുമ്പം 2026 ജൂൺ 5 ആകുമ്പോൾ 3 വർഷമാവും. നമ്മൾ അന്ന് നട്ട അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ പ്ലാവ് നിൽക്കുന്നത്. അതേ റിങ്ങിനകത്ത് അതേ ചുറ്റുപാടിൽ ഒക്കെ തന്നെയാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ നട്ട വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ക്ലിപ്പ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാനും അച്ഛനും എബിനും കൂടാണ് ഇത് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ നട്ട് എന്തായാലും പ്ലാവിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് വളമൊക്കെ കൊടുക്കാറുണ്ട്, പിന്നെ സ്ലെറികൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ നല്ല രീതിയിലാണ് നട്ടത് കേട്ടോ. അതേ രീതിയിൽ നിങ്ങൾക്ക് നടാമെന്നുണ്ടെങ്കിൽ 1 വർഷത്തിൽ തന്നെ നിങ്ങൾക്കും ഇതേപോലെ ഏതെങ്കിലും പ്ലാവ് വാങ്ങിച്ച് നടുകയെന്നുണ്ടെങ്കിൽ ചക്കയൊക്കെ അടത്തി കഴിക്കാനായിട്ട് സാധിക്കും. ഇത് ഓൾ സീസണാണ്. എപ്പോഴും നമുക്കതിനകത്തുനിന്ന് ചക്കയൊക്കെ വിളവെടുക്കാം. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇത്രയും കാണിച്ച സ്ഥിതിക്ക് കുറച്ച് വളം കൂടെ കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/2 കിലോളം സൂപ്പർ മീൽ എടുത്തിട്ടുണ്ട്, ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, ചാരം എടുത്തിട്ടുണ്ട്. ചാരമൊക്കെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് ചുറ്റിനും ഒരു റൗണ്ട് എടുത്തിട്ട് അതിനകത്തോട്ട് ആ വളവും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിയ ചക്കകളൊക്കെ കിടക്കുന്നുണ്ടോ, പാവങ്ങളൊക്കെ കൊഴിഞ്ഞു പോയതാണ്. എന്തോ ഒരു ചൂടായിരുന്നു. ആ ചൂടത്തൊക്കെ വെള്ളവും ഇല്ലായിരുന്നു. അങ്ങനെ കുറേ എണ്ണം കൊഴിഞ്ഞു പോയി. 11-12 എങ്ങാണ്ട് ഉണ്ടായതുകൊണ്ട് കിടക്കുന്നുണ്ട്. കുറേയൊക്കെ പൊടിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ മണ്ണ് മാറ്റാതെ എൻ്റെ ഈ റിങ്ങിൻ്റെ കരയിൽ നിന്നേ ഇങ്ങോട്ട് മണ്ണിളക്കിയിട്ട് അരുവിലോട്ടങ്ങ് വളം ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ റൗണ്ടിലിങ്ങനെ മണ്ണ് മാറ്റാം. അപ്പോൾ നമ്മുടെ മണ്ണെല്ലാം അതിൻ്റെ ചുവട്ടിലോട്ടാക്കി വെച്ചു. ഇനി നമുക്ക്
സൂപ്പർ മീൽ ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിനും ഇട്ട് കൊടുക്കാമേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ ചാണകപ്പൊടിയാണ് ഒരു 2-3 കിലോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ മണ്ണ് അതിൻ്റെ മുകളിലോട്ടങ്ങ് ആക്കിയിടാം. പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പം വേപ്പ് പിണ്ണാക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം സൂപ്പർ മീൽ ഇടുകയെന്നുണ്ടെങ്കിൽ സ്വല്പം വേപ്പ് പിണ്ണാക്ക് ഇടുന്നത് നല്ലതാണ് കേട്ടോ. അതിൻ്റെ വേരുകൾക്കൊക്കെ വിരശല്യമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇപ്പോൾ എൻ്റെ വേപ്പ് പിണ്ണയൊക്കെ ഇല്ല, വാങ്ങുമ്പം കുറച്ച് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ വർഷത്തിൽ 2 പ്രാവശ്യം നമുക്കതിനകത്തുനിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ പിടിച്ച് തറയെ തട്ടി കിടക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിൻ്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരന്ന കല്ലോ എന്തെങ്കിലും നമ്മൾ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ മണ്ണുമായിട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ ഫംഗസ് ബാധിച്ചിട്ട് വെള്ളപ്പൂപ്പൽ പിടിച്ചിട്ട് നമുക്ക് പിന്നെ ചക്ക ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിയറ്റ്നാം എയർലി പ്ലാവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് വിത്തുകൾ ഗ്രൂപ്പുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇനം വിത്തുകളും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കൃഷി ഇറക്കാനുള്ള സമയമാണ്. കൂടാതെ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി വാങ്ങാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അങ്ങനെ നിങ്ങൾക്ക് വിത്തുകൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.